ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഡിഷ് വാഷിംഗ് ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ്. പാത്രമൊക്കെ പെട്ടെന്ന് കഴുകി തീർത്തു കേട്ടോ. അതിന്റെ ക്വാളിറ്റി ചെക്കിങ്ങിനാണ് ഇത്രയും ടൈം പിടിച്ചത്. ചെറിയൊരു കറ പോലും സംവാദങ്ങൾക്ക് വഴിയൊരുക്കി ടീം ക്യാപ്റ്റൻസ് തമ്മിൽ. അത് പറഞ്ഞപ്പോഴാണ് ടീം ക്യാപ്റ്റൻസ് ആണ് ക്വാളിറ്റി ചെക്കിങ് നടത്തിയത്. ഋഷി, സിജോ, ജിൻഡോ, ശ്രീതു ഇവരാണ് ചെക്ക് ചെയ്തത് പാത്രങ്ങളൊക്കെ. എത്ര ടൈമാണ് എടുത്തത് ചെക്ക് ചെയ്യാനായിട്ട്? ഇത്രയൊക്കെ ചെക്ക് ചെയ്യാൻ മാത്രം എന്തായിരുന്നു ഉള്ളതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അങ്ങനെ ഒരു 40 മിനിറ്റോളം നീണ്ടു നിന്നൊരു ചെക്കിങ്ങിന് ശേഷം ഡെൻ, ടീം ആൻഡ് ജിൻഡോ സ്ട്രൈക്സ് അഗൈൻ അവരാണ് ഈ ടാസ്ക് ജയിച്ചിരിക്കുന്നത്. അതാണ് ഈ ടാസ്കിലെ വിധി. ടിക്കറ്റ് ടു ഫിനാലെയുടെ രണ്ടാമത്തെ ടാസ്ക് 16 പോയിന്റുകൾ നേടി ജിൻഡോയുടെയും റസ്മിന്റെയും നന്ദനയുടെയും ടീം തൂത്ത് വാരിയിരിക്കുകയാണ്. നെസ്റ്റും ടണലും നേടിയിരിക്കുന്നത് 13 പോയിന്റുകളാണ്. അവര് ടൈ ആണ് രണ്ട് ടീമുകൾ. പീപ്പിൾസ് ടീം നേടിയിരിക്കുന്നത് 9 പോയിന്റുകളാണ്. ഇത് ഞാൻ പ്രതീക്ഷിച്ചൊരു സംഭവമാണ്. ക്ലീനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്ക് ആണെങ്കിൽ അവിടെ ജിൻഡോ തൂക്കിയിരിക്കും എന്നൊരു ഗട്ട് ഫീലിംഗ് എനിക്ക് ഉണ്ടായിരുന്നു. അതിന് കാരണം ജീവിതം പുള്ളിയെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് ജോലി ചെയ്താലും അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക, അതാണ് മെയിൻ ആയിട്ടും പുള്ളി ലൈഫിൽ പഠിച്ചിട്ടുള്ള ഒരു പാഠം എന്ന് തോന്നുന്നു. അതാണ് ജിൻഡോ എന്ന മനുഷ്യന്റെ ഐഡിയോളജി ആ രീതിയിലുള്ളതാണ്. ജിൻഡോ മാത്രമല്ല, ഇതൊരു ടീം എഫേർട്ടാണ് ഈ ഒരു ടാസ്ക് ജയിച്ചത്. നമുക്കറിയാമല്ലോ, റസ്മിനും ജിൻഡോയും ടാസ്കുകളിൽ തൂക്കിയടിക്കുന്ന ഒരു കോംബോയാണ്. 3 തവണ കളിച്ച് ജയിച്ച് പവർ ടീമിൽ കയറിയവരാണ്. ഒന്നിച്ചു നിന്നാൽ അവർക്ക് ഏത് ടാസ്കും ജയിക്കാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു ടാസ്ക് കോംബോയാണ് റസ്മിൻ, ജിൻഡോ എന്ന് പറയുന്നത്. ഇത്തവണ അവരുടെ കൂടെ നന്ദനയും ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻ അവരുടെ കൂടെയാണ് മത്സരിച്ചത്. എന്തായാലും ഇന്നത്തെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ജയിച്ചിരിക്കുന്നത് നമ്മുടെ ജിൻഡോയുടെ ഡെൻ ടീമാണ്. ജിൻഡോ, റസ്മിൻ, നന്ദന ഇവരാണ് ജയിച്ചിരിക്കുന്നത്.